ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടിയുടെ എൻജിൻ വർക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ടത്. നിലവിൽ അതിൻ്റെ ചെയ്യുന്ന വർക്കും അതിൻ്റെ മാറ്റുന്ന പാർട്സുകളുടെ ഒരു ഡീറ്റെയിൽസും അടക്കം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. നിലവിൽ നമുക്ക് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ്, അതേപോലെ തന്നെ ഹെഡിൻ്റെ വാൽവ്, അതിൻ്റെ ഗൈഡ്, ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ്, ഈ 3 ഐറ്റം നമ്മൾ ലെയ്ത്ത് വർക്കായിട്ടാണ് ചെയ്തേക്കണത്. അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡും അതിൻ്റെ ഉള്ളിൽ വന്ന നീഡിൽ ബെയറിങ്, പിന്ന്, സൈഡ് ബെയറിങ്, അതിൻ്റെ ഈ സൈഡിൽ വന്ന നീഡിലിൻ്റെ ബെയറിങ്, ഇത്ര ഐറ്റം നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊരു വർഷം വാറണ്ടിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണേ. ആ ചെയ്തേക്കണ ഡേറ്റും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് അതിൻ്റെ വാൽവ് മാറ്റാന്നുള്ളതാണ്. ഹെഡിൻ്റെ വാൽവ് 2 മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്തേക്കണേ. അതിൻ്റെ വാൽവിൻ്റെ ഒരു ഗൈഡ് മാറ്റിയിട്ടുണ്ട്. വാൽവ് സീലുകൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണം. വാൽവ് സീറ്റിംഗ് കൂടി നടത്തിയിട്ടുണ്ട്. ഇതും നമുക്ക് ലെയ്ത്തിൽ വന്ന വർക്കുകളാണ്. പിന്നെ ക്യാം ഷാഫ്റ്റ് ബെയറിങ് മാത്രമാണ് കംപ്ലയിൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നിലവിൽ നോക്കുമ്പോൾ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ ലെഗുകളൊന്നും വേറെ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ സൈഡിലത്തെ ബെയറിങ് മാത്രം നമുക്ക് മാറ്റി ലെയ്ത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതും ലെയ്ത്ത് വർക്ക് വന്നേക്കുന്ന കേസാണ്. അപ്പോൾ നമുക്ക് ഈ 3 വർക്ക് ലെയ്ത്തിൽ ചെയ്തതാണ്. ക്രാങ്ക്, വാൽവ് ഗൈഡ്, അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിങ്. ബാക്കിയത്തെ പാർട്സുകൾ നമ്മൾ ചേഞ്ച് ചെയ്തിടാം, റീപ്ലേസ് ചെയ്ത് ഇടണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ സിലിണ്ടർ കിറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മോഡൽ വണ്ടികളിൽ ശരിക്കും പറഞ്ഞാൽ മാറ്റി പുതിയത് ഇടുന്നതിൻ്റെ ക്വാളിറ്റി ബോർ ചെയ്താൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 50% നമുക്ക് പറയാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമുക്കൊരു കമ്പനി പാർട്സ് മേടിച്ചിടുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടാണ് അതിൻ്റെ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ, സർവീസ് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നമുക്കതിൻ്റെ ഒരു 90% നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ സിലിണ്ടർ കിറ്റൊക്കെ ഓൾറെഡി മാറ്റി ചെയ്യുന്ന രീതിയിൽ പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സിലിണ്ടർ കിറ്റ് മാത്രം നമുക്ക് വരുമ്പോൾ 3000 രൂപ നമുക്ക് സിലിണ്ടർ, പിസ്റ്റൺ റിങ്സ്, അതിൻ്റെ ഗ്യാസ്കറ്റ് എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കിറ്റാണ്. അപ്പോൾ അതിന് 3000 രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം. പിന്നെ ക്യാം ചെയിൻ, ടൈമിങ് ചെയിൻ്റെ കിറ്റേപ്പാടിയാണ്. ടൈമിങ് ചെയിൻ, അതിൻ്റെ വീല്, ഉള്ളിൽ ഗൈഡൊക്കെ ആയിട്ട് വരുമ്പോൾ 404 രൂപയാണ് അതിൻ്റെ വരാം. പിന്നെ ഇതിൻ്റെ ക്ലച്ച് ഡിസ്ക് നമ്മൾ ഇടയ്ക്ക് മാറ്റിയതാണ്. അപ്പോൾ എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ കൂട്ടത്തിലുള്ള ക്ലച്ച് ഡിസ്കും കൂടി മാറ്റേണ്ടതാണ്. ഇതിൻ്റെ ക്ലച്ച് ഡിസ്ക് പുതിയതാണ്. അത് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിൽ മാറ്റിയുള്ളൂ. അതുകൊണ്ട് ക്ലച്ച് ഡിസ്ക് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് മുമ്പെടുത്തേക്കണം കൊണ്ട് നമുക്ക് അതിൻ്റെ ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ക്ലച്ച് ഡിസ്ക്കാണ്. ക്ലച്ച് ഡിസ്കും പ്ലേറ്റും പുതിയതാണ്. പിന്നെ ഈ വണ്ടി ഉപയോഗിക്കാണ്ട് കുറേ കയറ്റി വെച്ചതും പ്രകാരം നമുക്ക് അതിൻ്റെ ഗിയർ വീലുകൾ കുറച്ച് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് മാറ്റാതെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതിനാൽ അതിൻ്റെ ഗിയറിൻ്റെ 3rd ഗിയറിൻ്റെയും 4th ഗിയറിൻ്റെയും വീലുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 320 രൂപ ഒരു വീലിന് വന്നുണ്ട്, 315 രൂപ ഒരു വീല്. അങ്ങനെ അത്യാവശ്യം 4th-ൻ്റെയും 3rd-ൻ്റെയും കൗണ്ടർ ഷാഫ്റ്റിൻ്റെയും മെയിൻ ഷാഫ്റ്റിൻ്റെയും വീലുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗിയറിൻ്റെ പ്രൈമറി വീലും ക്ലച്ച് ഔട്ടർ യൂണിറ്റും മാറ്റിയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വരാം. പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഗിയർ ബോക്സിൽ വന്ന ബെയറിങ്ങുകൾ, ഗ്യാസ്കറ്റ് കിറ്റ്, അതിൻ്റെ ഉള്ളിൽ വന്ന ക്യാം ചെയിൻ്റെ ടെൻഷണർ യൂണിറ്റ്, കാർബറേറ്ററിന് ക്ലീൻ ചെയ്യുമ്പോൾ ഇടാനുള്ള സ്ലോജറ്റ്, ഓയിൽ സീലിൻ്റെ കിറ്റ്, പിന്നെ അതിൻ്റെ ഓയിൽ ബോൾട്ട്, വാഷ് ഓറിങ്, അതേപോലെ തന്നെ ക്ലച്ച് ക്യാമിൻ്റെ ഓറിങ്, വാൽവ് കപ്പിൻ്റെ ഓറിങ്, ന്യൂട്രൽ സ്വിച്ച്, ഇതെല്ലാം നമ്മൾ അഴിച്ച 1 ടൈം യൂസിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ഓറിങ് ഐറ്റംസൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ബോൾട്ടിൻ്റെയൊക്കെ പട്ടം ചെറുതായിട്ടൊരു ഇതായക്കണതുകൊണ്ടാണ് പുതിയ ബോൾട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ന്യൂട്രൽ സ്വിച്ചൊക്കെ നമ്മൾ അഴിച്ച് ചെയ്യണ സമയത്ത് മാറ്റി ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. പിന്നീട് നമ്മൾ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളത് മാറ്റിയിടണം. ഏകദേശം നമുക്കൊരു 40 രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലാകുമ്പോൾ അതാണ് ക്ലിയറായിട്ട് പൊക്കോളും. അപ്പോൾ ഇതാണ് നമ്മൾ എഞ്ചിനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വർക്കുകൾ. നമുക്ക് എല്ലാ പാർട്സുകളും ഓൾറെഡി നമുക്ക് ജെനുവിൻ പാർട്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഹീറോൻ്റെ ഒറിജിനൽ പാർട്സാണ് നമ്മൾ ഇതിനകത്ത് സെറ്റിങ്സിന് വേണ്ടി നമ്മൾ എടുത്തേക്കണം കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമുക്കൊരു 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ആഫ്റ്റർ സർവീസുകൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ, ആദ്യത്തെ 1 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മാസം ഓയിൽ മാറ്റി ഫിൽട്ടർ ക്ലീൻ ചെയ്യാനായിട്ട് നിർബന്ധമായിട്ട് നമുക്ക് ചെയ്യേണ്ട വർക്കാണ്. അതിനുശേഷം വേണ്ടത് 3 സർവീസുകളാണ്. 4 മാസം ഗ്യാപ്പിൽ 3 സർവീസാണ് നമുക്ക് വരാം. അത് എഞ്ചിനുമായി ബന്ധപ്പെട്ട പെർഫോമൻസ് ചെക്ക് ചെയ്യുക, ഓയിൽ ലീക്കേജ്, ടാപ്പറ്റ് ക്ലിയറൻസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നിർബന്ധമായിട്ട് നമ്മളൊരു സർവീസ് പറയുന്നത് കേട്ടോ. അതൊക്കെ ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു വാറണ്ടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ നമുക്കത് വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഓൾറെഡി നമുക്ക് ഇതിൻ്റെ സൈലൻസിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഓയിൽ മയം ഉണ്ടാകും. കാരണം ഞാൻ സിലിണ്ടർ പിസ്റ്റൺ കംപ്ലയിൻ്റ് ആയിട്ട് ഓടിയിട്ടിരുന്ന വണ്ടിയാണ്. അപ്പോൾ സൈലൻസറൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അഡീഷണലാണ് വരാം. പിന്നെ അതുകൂടാതെ നമ്മുടെ കാർബറേറ്ററൊക്കെ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കയറ്റണം. പിന്നെ ജനറലായിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ കൂട്ടത്തിൽ നമ്മൾ ചെയ്ത് വിടണുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്യണേക്കാളും മുമ്പ് ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഏകദേശം ഒരു രൂപം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞാണ്.
അതിൻ്റെ മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ ഒരു ഡീറ്റെയിൽസും നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തു നോക്കും കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആവുന്നതിൻ്റെ അനുസരിച്ചിട്ട് ഓൾറെഡി നമുക്ക് ഇനിയിപ്പോൾ ജസ്റ്റ് സെറ്റ് ചെയ്യാണ്ട് പിന്നെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ നടത്താനുണ്ട്, എഞ്ചിൻ കുറച്ചൊരു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വർക്കുകളാണ് ഇനി വരാം. അത് വർക്ക് കഴിയുന്നതിനനുസരിച്ച് ഞാൻ അതിൻ്റെ ബാക്കിയത്തെ നമ്മൾ വർക്കിന് ശേഷം ചെയ്യേണ്ട വർക്കുകളുടെ സർവീസിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം പറയാം. അത് ആഫ്റ്റർ സർവീസ് നമുക്ക് എങ്ങനെയാണ് ചെയ്ത് പോകേണ്ടതെന്നുള്ളതൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് വിളിക്കാം. ഓക്കെ.